നോം എന്തായി കാണുന്നത്? വായു ഹൈ ചാൻസ്. പലപ്പോഴൊക്കെ ഇങ്ങനെയും ചെയ്ത് നമുക്ക് വീട്ടിലുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 5-6 പീസ് വെളുത്തുള്ളിയും 4 വറ്റൽമുളകും ഇച്ചിരി വെള്ളവും കൂടി വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാമേ. വേവിച്ചെടുത്ത ചിക്കനിൽ എല്ലാം ഉണ്ടെങ്കിൽ മാറ്റിയെടുത്ത് മാംസം തന്നെ ആയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. സ്കിന്നെടുത്ത് മാറ്റി വെളുത്തുള്ളിയും ആ മുളകും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. കൂട്ടത്തിൽ 2 പുഴുങ്ങിയ കോഴിമുട്ട, ഒരു സ്പൂൺ വിനീഗർ, ഉപ്പ്, തൈര് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് അടിച്ചോണ്ട് നമ്മുടെ ഹോം മെയ്ഡ് മയോണൈസ് റെഡി. നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് ചെറിയ പീസാക്കി എടുക്കാം. അതിനുശേഷം ഒരു സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മൾ തയ്യാറാക്കി കൊണ്ടുവന്ന ആ മയോണൈസ് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാമേ. നല്ല എരിവ് വേണ്ടവർക്ക് ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പീസ് ബ്രെഡിൻ്റെ മുകളിലോട്ട് ഇതിങ്ങനെ നിരത്തി കൊടുക്കാമേ. ഇനി നമുക്കൊരു തവ ചൂടാക്കി അതിനകത്ത് അല്പം ബട്ടർ പുരട്ടി ഒരു സ്ലൈസ് ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് പൊരിക്കും. ഒരു സൈഡ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു പീസ് ചീസ് കൂടെ വെച്ച് കൊടുക്കും. ഒന്ന് ചൂടാകുമ്പോൾ അതിന് എടുത്ത് മാറ്റിയിട്ട് ഇനി നമ്മൾ മയോണൈസ് തേച്ച് വെച്ച ബ്രെഡിൻ്റെ പീസ് തവയിലോട്ട് വെച്ചിട്ട് അതിനുശേഷം ആ ചീസ് വെച്ച ബ്രെഡ് പീസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റും. അതിനുശേഷം നമുക്ക് അടപ്പെടുത്ത് മാറ്റി 2 സൈഡും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള സാൻഡ്വിച്ച് തയ്യാറായി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ വീണ്ടും കാണുവരെ ബൈ.